സർ ശ്രീലേഖ വീണ്ടും ഇത്ര നമുക്കറിയാം ആദ്യമായിട്ടും ആദ്യത്തെ ഒരു വുമൺ DGP ആയിരുന്നു, വുമൺ IPS കാരിയായിരുന്നു ശ്രീലേഖ. ഇപ്പോൾ അതേ പോലീസിനെ തന്നെ പോടാ പുല്ലേ പോലീസ് എന്ന് വിളിച്ചുകൊണ്ടാണ് രംഗത്തെത്തുന്നത്. അതിൽ അതിശയം തോന്നുന്നുണ്ടോ? അല്ല, എനിക്ക് വലിയ അതിശയമില്ല. എനിക്കതിൽ അതിശയമില്ലാത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BJP-ക്കാർ ഇതിന്റെ അപ്പുറം ചെയ്യില്ലേ? അല്ല, BJP ഒന്നാമത് ജോയിൻ ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിൽ പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം വളരെ മാന്യനായിട്ടുണ്ടായിരുന്ന TP സെൻകുമാർ തന്നെ ഇരുന്ന് കൊറോണ കേരളത്തിലേക്ക് വരില്ല, കേരളത്തിൽ ചൂട് കൊണ്ട് കൊറോണ ഓടിക്കളയും എന്നൊക്കെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള പല അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ ഇവർ പിന്നീട് പറയും. പിന്നെ അത്യാവശ്യം നല്ല ബുദ്ധിയുള്ള ഒരാളാണ് സുരേന്ദ്രൻ. സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളൊരു വാചകമുണ്ട്, എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ കിട്ടിയാൽ പുളിക്കുവാന്ന് ചോദിച്ചു. ഇതാണ് എക്സാക്ട്ലി ചോദിച്ചത്. 15 ലക്ഷം രൂപ നിങ്ങളുടെ ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് പുളിക്കുമോ എന്നാണ് ചോദിച്ചത്. ഏത് നമ്മളുടെ ആരുടെ അക്കൗണ്ടിലേക്ക് കിട്ടിയില്ല, കിട്ടിയെങ്കിൽ തന്നെ പുളിക്കൂല. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം അതായിരുന്നു, അദ്ദേഹം പ്രൈം മിനിസ്റ്റർ പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം അതല്ലായിരുന്നല്ലോ ശരിക്കും. എന്തിന്റെ? അല്ല, അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രൈം മിനിസ്റ്റർ ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ അല്ല വരുമെന്നുള്ളതല്ല, കള്ളപ്പണം മൊത്തം നമ്മുടെ വീണ്ടും ബാങ്കുകളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓരോ വ്യക്തികളുടെ അക്കൗണ്ടിലേക്കും 15 ലക്ഷം രൂപ വരാനുള്ള അത്രയും ഉണ്ടാകുമെന്നുള്ളതല്ലേ അദ്ദേഹം പറഞ്ഞത്. ഈ 15 ലക്ഷം രൂപ വരാനുണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു വെളിവോട് കൂടി ഒന്ന് ആലോചിക്കണം. ഉദാഹരണത്തിന് കൈരളി TV, അതിന്റെ ഷെയർ ഹോൾഡറാണ് ഞാനൊക്കെ. പക്ഷെ എന്ന് പറഞ്ഞ് ഞാനൊരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് എത്തണം. കൈരളി ഇനി 500 കോടി രൂപ ലാഭം ഉണ്ടാക്കിയ പോലും അതിന്റെ ഡിവിഡൻഡ് ഒന്നും നമുക്ക് കിട്ടാൻ പോകില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് വേറെ എക്സ്പെൻസ് തുക അത്രയൊന്നും അല്ല. ഇവർക്കൊരു തലക്ക് വെളിവില്ലായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 99% പണവും തിരിച്ചെത്തി. യാഥാർത്ഥ്യം അതാണല്ലോ ലാസ്റ്റ്. ഇതൊക്കെ കേട്ടിട്ട് ഉടനെ തന്നെ അങ്ങോട്ട് പറയരുതെന്ന് ഞാൻ പറയണ, മനസ്സിലായ? പെട്രോളിന് 50 രൂപയൊക്കെ ഒന്ന് വന്നു, ഇവിടെ എങ്ങനെ 50 രൂപ GST ഉൾപ്പെടുത്തിയില്ലല്ലോ. GST ഉപപ്പെടുത്താത്ത ആരാണ്? മറ്റേ ഫ്രാൻസിലെ ഗവൺമെന്റ് ആണോ അതോ ഉട്ടോപ്പിയയിലെ ഗവൺമെന്റ്? സംസ്ഥാന ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല. അല്ല, സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് അംഗീകരിച്ചിട്ടല്ലേ? നിങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് അംഗീകാരം നോക്കിയിട്ടല്ലേ വനിതാ ബില്ല് കൊണ്ടുവന്നത്? സംസ്ഥാന ഗവൺമെന്റ് അംഗീകാരം നോക്കിയിട്ടല്ലേ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ പോണത്, എല്ലാം കൊണ്ടുവരാൻ പോണത്? അപ്പൊ ഇതിന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? സംസ്ഥാന ഗവൺമെന്റ് അംഗീകരിക്കണം. യഥാർത്ഥത്തിൽ ഈ സംസ്ഥാന ഗവൺമെന്റ് അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ടത് വേണമെങ്കിൽ പഞ്ചായത്തുകൾ കൂടി അംഗീകരിക്കണമെന്ന് പറയും. എന്തൊക്കെയാണ് ഈ പറയണത്? എന്തെങ്കിലും ഒരു സാമാന്യ ബോധം വേണ്ടി പറയണത്. അപ്പൊ അതുകൊണ്ട് ഇതേപോലെയുള്ള പല വെളിവില്ലായ്മകളൊക്കെ വിളിച്ചു പറയും. പിന്നെ ശ്രീലേഖ IPSന്റെ കാര്യത്തിൽ എനിക്ക് സങ്കടം തോന്നി, എനിക്ക് കരച്ചിലാണ് തോന്നി. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോടാ പുല്ലേ പോലീസ് എന്നാണ് വിളിക്കണം. പോടാ പുല്ലേ പോലീസ് ലാത്തി കൊണ്ടും എന്താണ് കാക്കി കൊണ്ടും ഞങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കേണ്ടെന്നാണ് പറയുന്നത്. പിന്നെ കുറച്ച് മുമ്പ് തന്നെ എനിക്ക് തോന്നിയിരുന്നു ചില കുഴപ്പങ്ങൾ, അത് ഇവരുടെ ഡാൻസ് ഒക്കെ കണ്ടപ്പോഴാണ്. അതായത് തന്നെ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിനേക്കാളൊക്കെ ഒരു തമാശ ഉണ്ട്. ഇവർ വനിതയിലൊരു, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ, വനിതയിൽ ഇവരൊരു കോളം കൈകാര്യം ചെയ്തു. ആ കോളം കൈകാര്യം ചെയ്തപ്പോഴത്തേക്കും വനിതയിൽ ഇവർ പോലീസ് ഉദ്യോഗസ്ഥയാണത്. ആ പോലീസ് ഉദ്യോഗസ്ഥ നേരെ കൂളായിട്ടൊക്കെ എഴുതി വെച്ച് ഒരു കേസ്, ആ കേസിൽ കുറ്റവാളിയാണെന്ന് കണ്ടെത്തി. പക്ഷെ സാഹചര്യങ്ങളൊക്കെ വർണ്ണിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും അതായത് അവർ മോശക്കാരല്ല തോന്നുമല്ല. ഇപ്പൊ ദൃശ്യ സിനിമയിൽ മോഹൻലാൽ കുറ്റം ചെയ്യുന്നത് നമുക്കറിയാം, പക്ഷെ നമുക്ക് ഒരു മോഹൻലാലിനോട് ഒരു അനുഭാവം തോന്നുന്നു. അപ്പൊ അതുപോലെ തോന്നി. അതുകൊണ്ട് ഞാൻ അവരങ്ങോട്ട് വെറുതെ വിട്ടു എന്ന് പറഞ്ഞ് ഇവരെ എഴുതി വെച്ചു. ഞാനത് വായിക്കുന്നുണ്ട്. വനിതയിൽ ഇവരുടെ കോളം മാത്രം ഞാനത് വായിക്കും. ഞാനത് വായിച്ചിട്ട് ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ ഇവരെങ്ങനെ എഴുതി വെക്കുന്നു. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ പിറ്റേ ദിവസം ഒരാളോട് കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ ഇവരൊറ്റ വാചകം പറഞ്ഞു, എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ ഭാവന പറഞ്ഞായിരുന്നു. അപ്പൊ അതോടുകൂടി അന്ന് വരെ ഏതാണ്ട് 900-ാമത്തെ അക്കൗണ്ട് ഇരുന്നത്. അപ്പൊ അതുവരെ ഇവര് പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ അത് യാഥാർത്ഥ്യമാണെന്നാണ്. അപ്പൊ അതുകൊണ്ട് അത് പറ്റി. ഇനി ഇതൊക്കെ പോട്ടെ, ഇത് ഈ സംഭവത്തിൽ വേറൊരു ട്വിസ്റ്റ് കൂടിയുണ്ട് താങ്കൾ അറിയേണ്ടത്. ഇത് ശ്രീലേഖയുടെ പ്രശ്നം മാത്രമല്ല. ഇതിലുള്ള ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഹിളാ മോർച്ചക്കാരൊക്കെ കൂടി ഈ പോലീസിനെതിരെ സമരം നടത്തിയല്ലോ. ആ സമരം നടത്തിയപ്പോൾ ഇവർ പേര് പറയുന്നത് ബിപിൻ നാറ്റയാണ്, അതായത് വട്ടിയൂർക്കാവ് SHO. ആ SHO ബിപിൻ നാറ്റെ വളരെ മോശപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടറാണ്, SHO ആണ് ഈ പറഞ്ഞ ബിപിൻ. ആ ബിപിൻ എന്ന് പറയാം, ബിപിൻ എന്നാണ് പേരെന്ന് എനിക്ക് തോന്നുന്നു. ബിപിൻ ആ ദീപു ആണ് ബിപിനാണ്. എന്താണെങ്കിലും ശരി, പുള്ളി വളരെ മോശക്കാരനാണ്, ഒരുപാട് സസ്പെൻഷൻ കിട്ടിയ ഓഫീസറാണ്. കൂടാതെ ഇതില് ഈ പറയുന്ന അവിടുത്തെ ഒരു ഡെപ്യൂട്ടി മേയർ ഉണ്ടല്ലോ, അവരുടെ പുള്ളിക്കാരുടെ പേരെന്താണ്? ആശാനാഥ് മറ്റേ റീൽനാഥാണല്ലോ പുള്ളിക്കാരി. മറ്റേ അവിടെ വെള്ളമില്ലാത്തപ്പോഴും അതുപോലെ തന്നെ മാലിന്യ കൂമ്പാരം കിടക്കുമ്പോഴും നഗരത്തിൽ വെള്ളമില്ലാതെ നിൽക്കുമ്പോഴൊക്കെ പുള്ളിക്കാരൻ റീൽ ഷൂട്ട് ചെയ്യുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ ആ പിടിച്ചൊരു സ്ത്രീയാണ് കേട്ടോ. വേറെ അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല, BJP-യിലേക്ക് പോകുന്നേ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ പറയുന്ന വാചകം കിട്ടിയ ഞെട്ടിപ്പോയി. കാരണം പോലീസുകാർ സ്ത്രീകളെ പിടിച്ച് കടിക്കുമായിരുന്നു എന്നാണ്, കടിച്ചിരുന്നു. അതുപോലെ വൃത്തികെട്ട രീതിയിൽ പെരുമാറിയിരുന്നു, മോശപ്പെട്ട രീതിയിൽ പെരുമാറിയിരുന്നു എന്നൊക്കെയാണ് പറയണത്. ഇതൊക്കെ പറഞ്ഞത് ഓക്കെ. എങ്കിൽ ഇതെല്ലാം പറയുമ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, എങ്കിൽ ഇത് BJP കേരളം മുഴുവൻ അതീവ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു വിഷയമല്ല ഇത്.
അങ്ങനെ BJP ഒരു നേതാക്കന്മാർ പ്രതികരിച്ചിട്ടില്ല. അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അത് പോട്ടെ, അത് കഴിഞ്ഞിട്ട് അവര് എനിക്ക് ഒരു പ്രാദേശിക വിഷയം ആയതുകൊണ്ടാണോ ഇത് തിരുവനന്തപുരത്ത് അല്ല, മാത്രമുള്ള അതെങ്ങനെ ഒരു പ്രാദേശിക വിഷയമാക്കണത്? ഒരു സ്ത്രീകൾക്കെതിരെ, ഒരു സ്ത്രീകൾ മഹിളാ മോർച്ച, എന്തൊക്കെയാണ് താങ്കൾ ഈ പറഞ്ഞത്? വിഷയം പ്രാദേശികമായിക്കോട്ടെ, പക്ഷെ ഒരു സ്ത്രീകൾ മാർച്ച് നടത്തുന്നു, അത് ഈ പറഞ്ഞ പോലെ ഡെപ്യൂട്ടി മേയറും അവിടുത്തെ മഹിളാ മോർച്ചയുടെ നേതാക്കളും കൂടി മാർച്ച് നടത്തുമ്പോൾ വിഷയം എന്തും ആയിക്കോട്ടെ അതിന്റെ പുറകിലുള്ളത്, അവരോട് അവിടുത്തെ ഒരു ഈ പറഞ്ഞ പോലെ സർക്കിൾ ഇൻസ്പെക്ടർ, ഇനി ദീപോ ആൻഡോയോ ജാസ്മിനോ ആരെങ്കിലും ആയിക്കോട്ടെ, അവരെന്ത് ചെയ്യുന്നു, ഒരു പ്രത്യേകിച്ച് ഒരു മെയിൽ പേഴ്സൺ സ്ത്രീകളോട് വളരെ മോശപ്പെട്ട രീതിയിൽ പെരുമാറുന്നു, ഇവിടെയൊക്കെ കയ്യിലൊക്കെ കടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്കുന്നു. ഈ കേരളം ഇന്നുവരെ കേൾക്കാത്ത ഒരു ആരോപണമാണ്, കയ്യിലൊക്കെ കടിക്കുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായി? ഇനി എന്താന്ന് നമുക്ക് മനസ്സിലാവില്ല. അതുപോലെ മോശപ്പെട്ട രീതിയിൽ പെരുമാറി. ഇനി ഇതെല്ലാം പറഞ്ഞതിന് ശേഷം കൂടെ നിൽക്കുന്ന ഒരു സ്ത്രീയുണ്ട്, അവർ പറയുന്ന ഒരു കമന്റ് കേട്ട് ഞെട്ടിപ്പോയി. സാധാരണ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ നമുക്കുണ്ടാകാവുന്ന ഒരു രോഷം ഉണ്ടല്ലോ, ആ രോഷത്തോട് അവർ ചേർത്ത് വെക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കണ്ട ഇവർക്ക് സ്ത്രീകളോടൊക്കെ വെറുപ്പാണ്, അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, കാരണം വനിതാ ബില്ല് തന്നെ പരാജയപ്പെടുത്തിയില്ലേ. അപ്പൊ ഇത് എന്തൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ഇടതുപക്ഷ സർക്കാർ മനഃപൂർവ്വം ഈ പോലീസുകാരോട് കടിക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ്. അല്ല, അങ്ങനെ കടിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ഗൗരവത്തിൽ ആ വിഷയം ഉന്നയിക്കണ്ടേ? രാജീവ് ചന്ദ്രശേഖർ പത്രസമ്മേളനം നടത്തണ്ടേ? നാളെ DYFIയുടെ ഒരു ലോക്കലുള്ള ഒരാളെ പോലും ഇതുപോലെ ഉറപ്പായിട്ട് ഗോവിന്ദ മാഷോ ഒന്ന് പത്രസമ്മേളനം നടത്തില്ലേ? ഒരു യൂത്ത് കോൺഗ്രസ്സാറിന്റെ കാര്യത്തിലുണ്ടായി അവര് പത്രസമ്മേളനം നടത്തില്ലേ? കാരണം ഇത് പോലീസിന്റെ ഭാഗത്തുള്ള വലിയ അവസ്ഥയല്ലേ. ഇനി അടുത്തത് പറയുന്നത് ഇതിന് നേതൃത്വം വഹിച്ചതൊക്കെ കരമന ജയൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ ആയിരുന്നു. അല്ല, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അല്ലല്ല, കരമന ജയനൊന്നും ഉണ്ടായെന്ന് എനിക്കറിയില്ല. കരമന ജയന് കടി കിട്ടിയൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ മഹിളാ മോർച്ച അല്ല, കടി കിട്ടിയത് പക്ഷെ മഹിളാ മോർച്ചക്കാർ. അല്ല, അടിയല്ല, കടി. അടി എന്ന് പറയരുത്, മനസ്സിൽ തെറ്റാണത്. അടിയൊന്നും അടിച്ചിട്ടൊന്നുമില്ല ഇവിടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ആ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ ഒപ്പം, അതായത് പോലീസ് വളരെ മോശമായിട്ട് പെരുമാറി എന്ന് പറയുന്ന പെരുമാറ്റത്തിനാണ് ഒരു DIG ആയിരുന്ന, കേരളത്തിൽ DIG ആയിരുന്ന, കേരളത്തിലെ ആദ്യത്തെ, അതായത് കിരൺ ബേദി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയായ പോലെ, IPS കാരിയായ പോലെ, കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS കാരിയായിട്ടുള്ള ശ്രീലേഖ IPS അവിടെ ഇരുന്ന് പോടാ പുല്ല് പോലീസ് എന്നൊക്കെ വിളിക്കണം. കണ്ടിട്ട് എനിക്ക് ചിരിക്കണോ അതോ കരയണോ അതോ നമ്മളെ വേറെന്തെങ്കിലും ചെയ്യണോ എന്ന് പറയുന്ന അവസ്ഥയിലേക്കായിപ്പോയി. ഏത് കാക്കി കൊണ്ടും മറ്റേ അധികാരം കൊണ്ടും തൊപ്പി കൊണ്ടൊന്നും ലാത്തി കൊണ്ടും അധികാരം കൊണ്ടൊന്നും ഞങ്ങളെ അടിച്ചമർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒരു മുദ്രാക്കും. അല്ല, ഞാൻ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്നത് ശരിയാണ്? ശരിക്കും ഈ പറയുന്ന വിദ്യാഭ്യാസം കൊണ്ടൊന്നും നമുക്ക് കോമൺ സെൻസ് നേടാനാവില്ലല്ലേ? അതാണ് എനിക്ക് പണ്ടേ മനസ്സിലായി. ജേക്കബ് തോമസ്, അൽഫോൺസ് കണ്ണന്താനം, സെൻകുമാർ, ഇപ്പൊ ഈ പറയുന്ന ശ്രീലേഖ. അല്ല, ഇതിൽ പല ആളുകളും നിങ്ങൾ അറിയേണ്ടത് അവർക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ല, അവര് ഈ പറയുന്ന മണ്ടന്മാരായിട്ട് അഭിനയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പിന്നെ കാരണം ഇവര് മണ്ടന്മാരായിട്ട് അഭിനയിച്ചുകൊണ്ട്, അതിപ്പോ താങ്കളൊക്കെ ഓർക്കുന്നുണ്ടാവും, മറ്റേ കൊല്ലത്ത് നിന്നുള്ള കൃഷ്ണകുമാറില്ലേ, പഴയ IAS, അദ്ദേഹത്തെ കുറിച്ചാണല്ലോ വിശ്വവിഖ്യാതമായിട്ടുള്ള സിനിമയിൽ അദ്ദേഹത്തെയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഉഷാ കൃഷ്ണകുമാറും അദ്ദേഹത്തിന്റെ വൈഫിനെയും അദ്ദേഹത്തെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെയുള്ള പല IAS കാരും IPS കാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇന്ത്യയിൽ IAS ആണെന്ന് പറഞ്ഞാലും IPS ആണെന്ന് പറഞ്ഞാലും ഇനി എത്ര വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും കോമൺ സെൻസ് ഈസ് റിയലി അൺകോമൺ ആണ്. കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു കാര്യം വിദ്യാഭ്യാസം കൊണ്ടൊന്നും കിട്ടുന്ന ഒരു കാര്യമല്ല. പിന്നെ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നതാണ്. നമ്മൾ പറയും വിദ്യാഭ്യാസമുള്ളവർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ മാറ്റം സംഭവിക്കുമെന്നൊക്കെയാണ് നമ്മൾ കരുതുന്നത്. അതെ, പക്ഷെ ഒരു മാറ്റം ഉണ്ടാവില്ല, ഒരു കോമൺ സെൻസ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് അറിയാൻ പാടില്ലായിട്ടാണ് ഇപ്പൊ പ്രീ ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ളൂ MA വേവി എന്ന് പറയുന്നത്. നമ്മൾ സംസാരിച്ചു നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെടും. കാരണം അദ്ദേഹത്തിന് വലിയ അറിവുണ്ട് പല കാര്യങ്ങളിലും. അല്ല, എന്തോ ആയിക്കോട്ടെ, അദ്ദേഹത്തിന് വലിയ അറിവുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ പല രാഷ്ട്രീയ പാർട്ടികളിലും കമ്മ്യൂണിസ്റ്റ് ആവുന്നത് വലിയ തെറ്റാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതിപ്പോ താങ്കളുടെ തെറ്റിദ്ധാരണ കൊണ്ടും താങ്കളുടെ മണ്ടത്തരം കൊണ്ട് താങ്കൾക്ക് അങ്ങനെ തോന്നാം. പക്ഷേ വേറെ കാര്യം, ET മുഹമ്മദ് ബഷീർ 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളതാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഗംഭീരമായി കാര്യങ്ങളെ കുറിച്ച് അറിയാവുന്ന ഒരാളാണ്. അതുപോലെ പല ആളുകളും VS അച്യുതാനന്ദൻ 4ാം ക്ലാസ് വരെ 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ പ്രധാനപ്പെട്ട അദ്ദേഹത്തെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കാത്ത ഒരു IAS IPS നട്ടലും കേരളത്തിൽ ഉണ്ടായില്ല. കാരണം അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിനൊക്കെ ഒരുപാട് അപ്പുറത്താണ്. പിന്നെ ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പലരും പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല, ഇതെന്തോ കിളി പോയതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ ശ്രീലേഖ IPSനെ കുറിച്ച് പറയുന്നില്ല. ഞാൻ പറഞ്ഞ ശ്രീലേഖയുടെ കേസ് മാത്രമല്ല ഇത്. ഈ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, BJPയുടെ യുവമോർച്ച ആശാനാഥ് അടക്കമുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒരു ആരോപണം മുന്നോട്ട് വെക്കാവും. ശ്രീലേഖ മാത്രമല്ലല്ലോ നമ്മൾ പറയുന്നത്, ഇത്തരത്തിലുള്ള ഒരു ആരോപണം മുന്നോട്ട് വെക്കാം. ഇനി മുന്നോട്ട് വെച്ചാൽ അവരിത് കൂടുതൽ ഗൗരവത്തോടെ പറയണ്ടേ. അല്ലാതെ ഇന്ത്യ മുഴുവനുള്ള, അതായത് കോൺഗ്രസും CPM പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സ്ത്രീകൾക്കെതിരാണ്, അതുകൊണ്ടാണ് ഇത്തരം പണികൾ ചെയ്യണേന്ന് പറയൂ. അതുകൊണ്ടാണ് വനിതാ ബില്ല് പരാജയപ്പെടുത്തിയെന്ന് പറയൂ. എങ്ങനെ ഇതുമായിട്ട് കണക്ട് ചെയ്യണം? അല്ലാതെ കണക്ട് ചെയ്യാനുള്ള ഒരു
വ്യഗ്രതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, അത് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഈ ആരോപണമില്ലല്ലോ സുഹൃത്തെ. ഒരാൾ എന്നെ വന്ന് കടിക്കുന്നു, അപ്പൊ താങ്കൾ എന്നെ വന്ന് കടിക്കുന്നു, അപ്പൊ ഞാൻ താങ്കളോട് എന്നോട് പറയാം, അതായത് മറ്റേ 35 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരോടുള്ള വെറുപ്പാണ് ഈ കാണിക്കുന്നതെന്ന് പറയൂ ആരെങ്കിലും? ഇല്ല ഇല്ല, പറയോ? ഒരാൾ നമ്മളാരെങ്കിലും സ്ത്രീകൾ അങ്ങനെ പറയൂ? ഇത് പാർട്ടി BJP അല്ലേ, നമ്മൾ ഇതൊക്കെ പ്രതിഷ്ഠ മതി. അല്ല, പാർട്ടി BJP പാർട്ടി ഇതൊക്കെ ഇതല്ല, ഇതിനപ്പുറം പ്രതിഷ്ഠ മതി. അല്ല, പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയുന്നത് ഇതിനപ്പുറം പ്രതീക്ഷിക്കേണ്ടതാണ്. ഇത്രയല്ലേ നടന്നുള്ളൂ. അല്ല, എങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇത് കേരളത്തിലുള്ള, ഞാൻ പറഞ്ഞ പാർട്ടി ഏതും ആയിക്കോട്ടെ, ഇതൊക്കെ കേരളത്തിലുള്ള ആളുകൾ തന്നെയാണല്ലോ ഈ പറയുന്നത് എന്നുള്ളത് ആലോചിച്ചപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിപ്പോയി.